ഉൽപ്പത്തി 44 അധ്യായം. അവൻ തൻ്റെ വീട്ടുകാര്യസ്ഥനോട് ഇപ്രകാരം കൽപ്പിച്ചു: അവർക്കു സംവഹിക്കാൻ സാധിക്കുന്നത്ര ഭക്ഷ്യധാന്യം അവരുടെ കെട്ടുകളിൽ നിറയ്ക്കുവിൻ. ഓരോരുത്തൻ്റെയും പണം അവനവൻ്റെ കെട്ടിൻ്റെ വായ്ഭാഗത്ത് വയ്ക്കുകയും വേണം. ഇളയവൻ്റെ കെട്ടിൻ്റെ വായ്ഭാഗത്ത് എൻ്റെ പാനപാത്രം, വെള്ളിപ്പാനപാത്രം അവൻ്റെ ധാന്യവിലയായ പണത്തിൻ്റെ കൂടെ വയ്ക്കുക. ജോസഫ് പറഞ്ഞ വാക്കനുസരിച്ച് അയാൾ പ്രവർത്തിച്ചു. രാവിലെ വെട്ടം വീണപ്പോൾ അവരും അവരുടെ കഴുതകളും യാത്രയാക്കപ്പെട്ടു. അവർ നഗരം വിട്ട് ദൂരത്തായില്ല. അപ്പോൾ ജോസഫ് തൻ്റെ വീട്ടുകാര്യസ്ഥനോട് പറഞ്ഞു: എഴുന്നേറ്റ് ആ ആളുകളുടെ പിന്നാലെ പായുക. അവരെ മറികടന്നിട്ട് അവരോട് പറയണം: നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്തത് എന്തുകൊണ്ട്? ഇതിൽ നിന്നല്ലേ എൻ്റെ യജമാനൻ പാനം ചെയ്യുന്നത്? ഇതുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹം ഗണിച്ചറിയുന്നത്? നിങ്ങൾ ചെയ്തത് ദുഷ്കൃത്യമായി പോയി. അവരെ മറികടന്നിട്ട് അവൻ അവരോട് ഇക്കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ അവനോട് പറഞ്ഞു: എന്താണ് എൻ്റെ യജമാനൻ ഇത്തരം വാക്കുകൾ സംസാരിക്കുന്നത്? ഇത്തരമൊരു കാര്യം ചെയ്യാൻ താങ്കളുടെ ദാസന്മാർക്ക് ഇടയാകാതിരിക്കട്ടെ. നോക്കൂ, ഞങ്ങളുടെ കെട്ടുകളുടെ വായ്ഭാഗത്ത് ഞങ്ങൾ കണ്ടെത്തിയ പണം കാനാൻ ദേശത്ത് നിന്ന് ഞങ്ങൾ താങ്കളുടെ അടുത്ത് തിരികെ കൊണ്ടുവന്നല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ താങ്കളുടെ യജമാനന്മാരുടെ വീട്ടിൽ നിന്ന് വെള്ളിയോ പൊന്നോ എങ്ങനെ മോഷ്ടിക്കും? അത് താങ്കളുടെ ദാസരിൽ ആരുടെ പക്കൽ കണ്ടെത്തപ്പെടുന്നുവോ അവൻ മരിക്കണം. ഞങ്ങളെല്ലാവരും എൻ്റെ യജമാനന് അടിമകളായിരിക്കുകയും ചെയ്യും. അവൻ പറഞ്ഞു: ഇപ്പോഴും നിങ്ങൾ പറയുന്ന പോലെയാവട്ടെ. അത് ആരുടെ പക്കൽ കാണപ്പെടുന്നുവോ അവൻ എനിക്ക് അടിമയാകും. നിങ്ങൾ നിരപരാധരായിരിക്കും. അപ്പോൾ ഓരോരുത്തരും തിടുക്കപ്പെട്ട് അവനവൻ്റെ കെട്ട് നിലത്തിറക്കി. ഓരോരുത്തനും അവനവൻ്റെ കെട്ടഴിച്ചു. അപ്പോൾ അവൻ മൂത്തവനിൽ ആരംഭിച്ച് ഇളയവനിൽ അവസാനിക്കും വിധം പരിശോധിച്ചു. ബെഞ്ചമിൻ്റെ കെട്ടിൽ ചഷകം കണ്ടെത്തുകയും ചെയ്തു. അവർ തങ്ങളുടെ വസ്ത്രം വലിച്ചു കീറി. ഓരോരുത്തനും അവനവൻ്റെ കഴുതപ്പുറത്ത് ചുമട് കയറ്റി പട്ടണത്തിലേക്ക് മടങ്ങി. യൂദാ അവൻ്റെ സഹോദരന്മാരോടൊത്ത് ജോസഫിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവൻ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അവർ അവൻ്റെ മുമ്പിൽ നിലംപറ്റ വീണു. ജോസഫ് അവരോട് ചോദിച്ചു: ഇതെന്ത് പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത്? എന്നെപ്പോലൊരാൾക്ക് തീർച്ചയായും ഗണിച്ചറിയാനാകുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അപ്പോൾ യൂദാ പറഞ്ഞു: ഞങ്ങൾ എന്താണ് യജമാനനോട് പറയേണ്ടത്? എന്താണ് സംസാരിക്കേണ്ടത്? എങ്ങനെയാണ് സ്വയം സാധൂകരിക്കേണ്ടത്? ദൈവം അങ്ങയുടെ ദാസരുടെ കുറ്റം കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതാ, ഞങ്ങൾ യജമാനന് അടിമകളാണ്. ഞങ്ങളും ആരുടെ കൈവശം പാനപാത്രം കണ്ടുപിടിക്കപ്പെട്ടുവോ അവനും. എന്നാൽ അവൻ പറഞ്ഞു: ഞാൻ അത് ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ. ആരുടെ കൈവശം പാനപാത്രം കണ്ടുപിടിക്കപ്പെട്ടുവോ അവൻ മാത്രം എനിക്ക് അടിമയായിരിക്കും. നിങ്ങൾ സമാധാനമായി നിങ്ങളുടെ പിതാവിൻ്റെ അടുത്തേക്ക് പൊയ്ക്കൊള്ളുവിൻ. അപ്പോൾ യൂദാ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു: അല്ലയോ എൻ്റെ യജമാനനെ, അങ്ങയുടെ ദാസൻ ഒരു വാക്കുകൂടി യജമാനൻ്റെ ചെവികളിൽ ഉണർത്തിച്ചു കൊള്ളട്ടെ. അങ്ങയുടെ ദാസൻ്റെ നേരെ അങ്ങയുടെ കോപം ജ്വലിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ഫറവോ എങ്ങനെയോ അതുപോലെയാണ് അങ്ങ്. എൻ്റെ യജമാനൻ അങ്ങയുടെ ദാസന്മാരോട് ഇപ്രകാരം തിരക്കിയിരുന്നു: നിങ്ങൾക്ക് പിതാവോ സഹോദരനോ ഉണ്ടോ? അപ്പോൾ ഞങ്ങൾ എൻ്റെ യജമാനനോട്: ഞങ്ങൾക്ക് വൃദ്ധനായ പിതാവും വാർദ്ധക്യത്തിലെ മകനായ ഒരു ഇളയവനുമുണ്ട്. അവൻ്റെ സഹോദരൻ മരിച്ചുപോയി. അവൻ്റെ അമ്മയുടേതായി അവൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. അവൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴാണ് അങ്ങയുടെ ദാസരോട് അവനെ എൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവരിക, എനിക്കവനെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ യജമാനനോട്: ബാലന് തൻ്റെ പിതാവിനെ വിട്ടുപോരാൻ വയ്യ. അവൻ തൻ്റെ പിതാവിനെ പിരിഞ്ഞാൽ അദ്ദേഹം മരിച്ചു പോകും എന്ന് ഉണർത്തിക്കുകയുണ്ടായി. നിങ്ങളുടെ ഇളയ സഹോദരൻ നിങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ
നിങ്ങൾ എൻ്റെ മുഖം ഇനി കാണുകയുണ്ടാവില്ല എന്ന് അങ്ങ് അങ്ങയുടെ ദാസന്മാരോട് പറഞ്ഞു. പിന്നെ സംഭവിച്ചതിതാണ്: ഞങ്ങൾ അങ്ങയുടെ ദാസനായ എൻ്റെ പിതാവിൻ്റെ അടുത്തെത്തി. എൻ്റെ യജമാനൻ്റെ വാക്കുകൾ ഞങ്ങൾ അദ്ദേഹത്തോട് വിവരിച്ചു. തിരിച്ചുപോയി നമുക്കായി കുറച്ച് ഭക്ഷ്യധാന്യം വാങ്ങിക്കൊണ്ടുവരുവിൻ എന്ന് പിന്നീട് ഞങ്ങളുടെ പിതാവ് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് പോകാൻ വയ്യ. എന്നാൽ ഞങ്ങളുടെ ഇളയ സഹോദരൻ ഞങ്ങളോടൊത്തുണ്ടെങ്കിൽ ഞങ്ങൾ പോകാം. കാരണം ഞങ്ങളുടെ ഇളയ സഹോദരൻ ഞങ്ങളോടൊത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മുഖം കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ അങ്ങയുടെ ദാസനായ എൻ്റെ പിതാവ് ഞങ്ങളോട് പറഞ്ഞു, എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി 2 പ്രസവിച്ചു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരുവൻ എന്നെ വിട്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായും വന്യമൃഗം ചീന്തിക്കീറിയത് തന്നെ. പിന്നെ ഞാൻ അവനെ ഇതുവരെ കണ്ടിട്ടില്ല. ഇവനെ കൂടി നിങ്ങൾ എൻ്റെ മുമ്പിൽ നിന്ന് കൊണ്ടുപോവുകയും അവന് ആപത്ത് പിണയുകയും ചെയ്താൽ നിങ്ങൾ എൻ്റെ വാർദ്ധക്യം ദുരിതത്തോടെ പാതാളത്തിലേക്ക് ആഴ്ത്തുകയായിരിക്കും. ഇപ്പോഴാകട്ടെ അങ്ങയുടെ ദാസനായ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ ആ ബാലൻ ഞങ്ങളോടൊത്തുണ്ടാകില്ല. അദ്ദേഹത്തിൻ്റെ ജീവനോ അവൻ്റെ ജീവനോട് ബന്ധിക്കപ്പെട്ടുമിരിക്കുന്നു. ബാലനില്ല എന്ന് അദ്ദേഹം കാണുന്ന വേളയിൽ അദ്ദേഹം മരിക്കും. അങ്ങനെ അങ്ങയുടെ ദാസന്മാർ അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവിൻ്റെ വാർദ്ധക്യം ദുഃഖസാന്ദ്രതയിൽ പാതാളത്തിലേക്ക് ആഴ്ത്തുകയായിരിക്കും. മാത്രമല്ല, ബാലനെ ഞാൻ അങ്ങയുടെ പക്കൽ തിരിച്ചെത്തിക്കുന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ പിതാവിനോട് കുറ്റക്കാരനായിരിക്കും എന്ന് പറഞ്ഞ് ബാലനു വേണ്ടി എൻ്റെ പിതാവിൻ്റെ പക്കൽ അങ്ങയുടെ ദാസൻ ജാമ്യം നിന്നിട്ടുമുണ്ട്. അതിനാൽ ഇപ്പോൾ ബാലന് പകരം അങ്ങയുടെ ദാസൻ എൻ്റെ യജമാനന് അടിമയായി കഴിഞ്ഞുകൊള്ളട്ടെ. ബാലൻ അവൻ്റെ സഹോദരന്മാരോടുകൂടെ തിരിച്ചു പോവുകയും ചെയ്യട്ടെ. ബാലൻ എന്നോടൊപ്പമില്ലാതെ ഞാൻ എങ്ങനെ എൻ്റെ പിതാവിൻ്റെ അടുത്ത് ചെല്ലും? എൻ്റെ പിതാവിനെ പിടികൂടുന്ന ദുരന്തം കാണാൻ എനിക്ക് ഇടയാകരുതല്ലോ.